ഹായ് ഫസ്റ്റ് എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞങ്ങൾ മാക്സിമം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫിഷിംഗ് റീലുമായിട്ടാണ്. അപ്പം ഈ റീലിനെ പറ്റി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്നത്തെ ഈ റീല് ദൈവയുടെ തന്നെ ഒരു LT സീരീസിലുള്ള ഒരു അടിപൊളി ഫിഷിംഗ് റീലാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എന്തായാലും വീഡിയോ അവസാനം വരയ്ക്കും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എന്തായാലും ഇനി നമ്മൾ നേരെ നമ്മുടെ വീഡിയോസിലേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് ഇനി നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമ്മളിതിൻ്റെ ഈ റീലിൻ്റെ റിവ്യൂലേക്ക് വരികയാണ്. അപ്പം നമ്മൾ സാധാരണ ഒട്ടുമിക്ക ദൈവയുടെ ഫിഷിംഗ് റീലിൻ്റെ കേസ് പോലെ തന്നെ സെയിം സിമിലാരിറ്റി അവർ ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡിൽ ഒരു ചെറിയ വ്യത്യാസം, ഒരു ബ്ലൂ കളറാണ്. പിന്നെ ഒട്ടുമിക്ക ഇതെല്ലാം പല മൾട്ടി കളർ വരുന്നുണ്ടെങ്കിലും ഇതും ഒരു ബ്ലൂ കളറിലാണ്. പിന്നെ ദൈവയുടെ ഒരു എംബ്ലം അടിപൊളിയായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഗ്രേ കളറിൽ. പിന്നെ അടുത്ത ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ജപ്പാൻ ടെക്നോളജിയാണ് ഇതിൽ മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അസംബിൾഡ് എല്ലാം നമ്മുടെ ചൈനയിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ വാറണ്ടി പേപ്പർ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഒരു കൊല്ലത്തെ വാറണ്ടിയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ONM മാനുവൽ, അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഒക്കെ ഫുള്ള് ഇതിൻ്റെ അകത്തുണ്ട്. ഇതല്ല ONM മാനുവലുണ്ട്. അത് 2-3 ലാംഗ്വേജിലുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ വായിക്കാൻ പറ്റുന്നില്ല, വേറെ ഏതോ 1-2 ലാംഗ്വേജിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ ഈ റീലൊക്കെ നല്ല അടിപൊളി റീലാക്കാം. ഇത് കണ്ടില്ലേ, അടിപൊളി ഒരു സിൽവർ ഒരു ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ഫിഷിംഗ് ഹാൻഡിലാണ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം EVF ഫോമിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും റീല് സൂപ്പർ റീലാണ്. നല്ല സ്മൂത്താട്ടോ, അടിപൊളി റീലാണ്. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇപ്പം തന്നെ മീൻ പിടിക്കാൻ പോകുന്നു. അതുപോലുള്ള ഒരു അടിപൊളി റീലാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ. പിന്നെ അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി നമ്മുടെ റീലിൻ്റെ ആ ഒരു ബ്ലൂ ഷെയ്ഡും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സിൽവറും അതിൻ്റെ ഇടയ്ക്ക് ഒരു അലുമിനിയം ബോഡിയും കൂടി വന്നപ്പോൾ റീലിനെ ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി സൂപ്പർ അതിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഹാൻഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് നല്ല പവർ നോബ് പോലത്തെ ഒരു ഹാൻഡിൽ നോബാണ്. EVF ഫോമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സ്ലിപ്പ് ചെയ്തൊന്നും പോകില്ല. അപ്പോൾ നമുക്ക് ഈ പിടിക്കുമ്പോൾ നല്ല ഒരു ഗ്രിപ്പിനെസ് നമുക്കതിൽ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇവർ EVF ഫോം ഇട്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ 2-3 വാഷർ. അപ്പോൾ നിങ്ങൾ എപ്പം ഫിഷിംഗ് റീൽ എടുക്കുമ്പോഴും നിങ്ങൾ ഈ വാഷറിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഷറിൻ്റെ യൂസേജും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കൂടി കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതുണ്ടോ, പിന്നെ empty ആണ്. അപ്പം ഇതാണ് ദൈവ ടേറ 5000 DC. ഈ ഡീനെ പറ്റിയും സീനെ പറ്റിയൊക്കെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഈ LT 5000 DC, ഈ LT എന്താണെന്നൊക്കെ എൻ്റെ പഴയ വീഡിയോസിലുണ്ട്. അതുപോലെ തന്നെ D എന്താണെന്നുള്ളതും എൻ്റെ പഴയ വീഡിയോസിലുണ്ട്. C എന്താണെന്നുള്ളതും പഴയ വീഡിയോസിലുണ്ട്. അപ്പം ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ റീലിൻ്റെ കൂടെ ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ഓരോ പാർട്സ് ബൈ പാർട്സ് ആയിട്ട് ഞാൻ ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ വലുതായിക്കൊണ്ടൊന്നുമില്ല, ചെറുതായിട്ട് സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റീല് നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് അസംബിൾഡ് ചൈന തന്നെയാണ്.
അപ്പം നമ്മുടെ ജപ്പാൻ്റെ ഈ ഒരു ടെക്നോളജി അസംബിൾ ചെയ്തത് മാത്രമാണ് ചൈനയിലുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഫിഷിംഗ് റീലുകളെല്ലാം വരുന്നതും ചൈനയിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഹയർ വേർഷൻസ് മാത്രമേ എനിക്ക് തോന്നുന്നത് ജപ്പാനിൽ നിന്ന് വരുന്നുള്ളൂ. കാരണം അതിന് കുറച്ച് കോസ്റ്റ്ലി കൂടുതലാണ്. കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഫിഗർ എനിക്ക് ആരോടും പറയാൻ വയ്യ. കാരണം അത് ഷോപ്പിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അവരെന്തായാലും ഒരു നല്ല മാർജിനിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഏകദേശം ഒരു റേറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു 45 മുതൽ ഒരു 50 റിയാൽ വരെ ഇന്ന് ഈ ഒരു റീലിൻ്റെ മാർക്കറ്റിന് വില ഉണ്ട്. ഏകദേശം ഇന്ത്യൻ മണിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് വരുന്ന ഒരു അടിപൊളി ഫിഷിംഗ് റീലാണ് ദൈവ ടെറ 5000 DC. അപ്പം ഇനി നമുക്കിതിൻ്റെ ഫീച്ചറിലേക്ക് വരാം വൺ ബൈ വൺ ആയിട്ട്. അപ്പോൾ ബസ് ഈ ഒരു റീലിൻ്റെ ബാക്ക് സൈഡ്, അതായത് നമ്മുടെ ഈ റീലിൻ്റെ കേസിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ സിമ്പിളായിട്ട് ഇപ്പം നിങ്ങളൊന്ന് വായിച്ച് ഞാൻ മനസ്സിലാക്കി തരാം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ആദ്യം തന്നെ അവർ എഴുതിയിരിക്കുന്ന ഫുള്ള് അലുമിനിയം ബോഡിയാണ്. അതായത് നമ്മുടെ ഈ റീലിൻ്റെ ഫുൾ ബോഡി അലുമിനിയമാണ്. പിന്നെ രണ്ടാമത് ATD ഡ്രാഗ്. ATD ഡ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അഥവാ മനസ്സിലാകാത്ത ആളുകളാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ATD ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ടൂർണമെൻറ്റ് ഡ്രാഗ് സിസ്റ്റമാണ്. അതും ഈ ദൈവയുടെ ഒട്ടുമിക്ക റീലുകളെല്ലാം ഈ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് അവർ ഇറക്കുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു ഗിയർ റേഷ്യോനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 5.2:1 എന്ന് പറഞ്ഞ ഒരു റേഷ്യോയിലാണ്. അത് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതെന്താണ് ഡ്രാഗ് സിസ്റ്റം. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം എനിക്കൊണ്ട് അരമണിക്കൂറിൽ കൂടിയ ഒരു അടിപൊളി വീഡിയോ ആണ്. എനിക്കത് നല്ല റെസ്പോണ്ടും കിട്ടിയിട്ടില്ല അതിനെ പറ്റിയിട്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ഒരു റീലിൻ്റെ ഗിയർ റേഷ്യോനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 5.2:1 എന്ന് പറഞ്ഞ ഒരു ഗിയർ റേഷ്യോ ആണ്. പിന്നെ റീലിൻ്റെ വെയിറ്റ് ഏകദേശം 290 ഗ്രാം വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മാക്സിമം ഡ്രാഗിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 12 kg ആണ് ഈ ഒരു റീലിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി. പിന്നെ ഹാൻഡിൽ റൊട്ടേഷൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87 സെൻറ്റിമീറ്റർ ആണ്. അപ്പം പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബാലൻസ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞാൽ 5 ബാലൻസ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒട്ടുമിക്ക സിറ്റുവേഷനിലൊക്കെ നമുക്ക് നല്ല ലോങ് ആയിട്ട് കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റീലാണ് ദൈവ ടെറ 5000. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈൻ കപ്പാസിറ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മോഡലിൽ ഏകദേശം 300 മീറ്റർ, അതായത് 2.5-ന്റെ ബ്രൈഡൽ ലൈൻ നിങ്ങൾ ഇതിൽ സ്പൂളിംഗ് ചെയ്യുന്നെങ്കിൽ ഏകദേശം ഒരു 300 മീറ്റർ ലെങ്ത്തിൽ നമ്മുടെ ജെ ബ്രൈഡ്, അതായത് സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട് ദൈവയുടെ ജെ ബ്രൈഡ് ഈ ഒരു സ്പൂളിൽ ഏകദേശം 300 മീറ്റർ നമുക്ക് സ്പൂൾ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലുള്ള ഈ ഒരു റീൽ 5000 സീരീസിലുള്ളതാണ്. അതായത് ഓരോ ഡിഫറെന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേരിയന്റ് ആയിട്ടുള്ള മോഡൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫിഷിംഗ് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ റീലുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഹെവി ഫിഷിങ്ങിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഒരു 5000 അല്ലെങ്കിൽ ഒരു 6000 മോഡലൊക്കെ ചൂസ് ചെയ്യായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ലൈറ്റ് ഗെയിമിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു 2500 to 3000 വരെയുള്ള മോഡലിലേക്ക് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇനി നമ്മൾ ഈ റീലൊന്ന് ഓപ്പൺ ചെയ്തിട്ട്, അതായത് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വരുന്നത് നമ്മുടെ ABS സ്പൂള്. ഈ സ്പൂളിനെ പറ്റിയൊക്കെയുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് 5000D സീരീസ് ആണ്. ഈ സ്പൂളിൻ്റെ ഹൈറ്റിൻ്റെ ലെങ്ത് ആണ് ഈ 5000. 6000 ആണെങ്കിൽ ഈ സ്പൂൾ കുറച്ചും വലിപ്പം കൂടിയ സ്പൂളായിരിക്കും. ഇത് ഫുൾ അലുമിനിയം ആണ്. ഇത് ഫുൾ അലുമിനിയം ബോഡിയാണ്. ഫുള്ള് നല്ല അടിപൊളി നല്ല ഡെപ്ത് ആയിട്ടുള്ള ഒരു സ്പൂൾ കൂടിയാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അകത്ത് കമ്പനി അവകാശപ്പെടുന്ന ജേബ്രയുടെ ഒരു 300 മീറ്റർ നമുക്ക് സ്പൂൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എൻഡ് ഉണ്ടോ, ഈ എൻഡ് അത്യാവശ്യം നല്ല ഷാർപ്പ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം നമുക്ക് ലെങ്ത്തിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ നമ്മുടെ ദൈവയുടെ ലോഗോ, ഇതിൻ്റെ അകത്ത് ദൈവയുടെ ഒരു ലോഗോ, പക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് വിസിബിൾ ആണ്. അത്രയ്ക്ക് ഒരു വിസിബിലിറ്റി ഇല്ല, എന്നാലും നമുക്ക് ശരിക്കും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഡ്രാഗ് നോബാണെങ്കിലും ഇത് കണ്ടോ, ഡ്രാഗ് നോബും അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബസ് അടുത്ത ഇതിൻ്റെ ഒരു ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എയർ ഓർഡർ ഫുള്ള് അലുമിനിയം ബോഡിയാണ്. അലുമിനിയം ബോഡി ആയതുകൊണ്ടാണ് നമുക്ക് മാക്സിമം ഈ ഒരു റീലിൻ്റെ വെയിറ്റ് 290 ഗ്രാം ആയത്. ഇനി അതല്ല വേറെ ഏത് മെറ്റലാണെങ്കിലും എന്തായാലും ഇതിൻ്റെ വെയിറ്റ് കൂടും. പിന്നെ ഇതിൻ്റെ ഈ ബൈലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബൈൽ ഫുള്ള് സോളിഡ് SS ആണ് കേട്ടോ. അപ്പോൾ സോളിഡ് SS ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ബെൻഡാവില്ല. അത്യാവശ്യം ഒരു ഹെവി ഫിഷിങ്ങിനൊക്കെ നമുക്ക് പറ്റിയ ടൈപ്പുള്ള ഒരു ബൈലാണ്.
ഇനി അടുത്ത ഇതിൻ്റെ ഒരു ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ ATD ട്രാക്ക് സിസ്റ്റം. അതായത് ഇതിൻ്റെ ഡ്രാഗ് മാക്സിമം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 12 കിലോ ആണ് ഇതിൻ്റെ ഈ ഒരു റീലിൻ്റെ ഡ്രാഗ് വെയിറ്റ്. ഡ്രാഗിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഞാനൊരു വീഡിയോ ഞാൻ കൊണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നേരെ അടുത്തേക്ക് പോവാം. എൻ്റെ ആ റീലിൻ്റെ വീഡിയോയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഫിഷിംഗ് റീലിൻ്റെ ഹാൻഡിലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മോഡലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഈ ഒരു മോഡൽ വരുന്ന ടൈപ്പ് ഹാൻഡിലാണ്, പിൻ ടൈപ്പ് ഹാൻഡിലാണ് ഈ ഒരു മോഡൽ ഉള്ളത്. പിന്നെ ഈ ഒരു ഫുൾ പാർട്ട് ഒരു സിംഗിൾ പീസാണ്. അത് ഫുള്ള് ഈ മെക്കാനിക്കലി കട്ട് ചെയ്ത ഒരു ഹാൻഡിലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദൈവയുടെ ഒട്ടുമിക്ക, അതായത് ഫിഗയുടെ പോലെ ഉള്ള ഒരു ഹാൻഡിലല്ല. ഇപ്പൊ ഞാനിത് ഊരി കാണിക്കാൻ നിൽക്കാം, അപ്പോൾ നിങ്ങൾക്കും ഇതിനെ ശരിക്കും മനസ്സിലാക്കും. അതായത് നമ്മുടെ ഫിഗയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ സൈഡിലൂടെ ലോഡ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് ആ ഒരു ടൈപ്പ് അല്ല. ദൈവയുടെ ഒട്ടുമിക്ക റീലിലും ഉള്ളതുപോലെ തന്നെ, കാരണം പല രീതിയിലാണ് ഇന്ന് ഹാൻഡിലുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീലിന്റെ ഹാൻഡിലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റീലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷനും കളർ കോമ്പിനേഷൻ നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ്. അത് ഒട്ടും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ദൈവയുടെ ഒട്ടുമിക്ക റീലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി കളർ ഒന്നെങ്കിൽ ബ്ലാക്ക് ഇല്ലെങ്കിൽ മാരറ്റ് അങ്ങനെയുള്ളതാണ്. പക്ഷെ ഈ ഒരു മോഡലിൽ ഈ ഒരു 2 കേസും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഹാൻഡിലും അതുപോലെ ഇതിന്റെ ഈ ഒരു വീലും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ അടുത്ത ഒരു ഫീച്ചറാണ് CRBB ടെക്നോളജി. അതായത് CRBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു സംഭവം കാര്യങ്ങളൊന്നും അല്ല. എന്നാലും ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അതായത് കൊറോഷൻ റെസിസ്റ്റൻസ് ബാൾ ബെയറിംഗ് സിസ്റ്റമാണ്. അതായത് സാൾട്ട് വാട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ഒന്നും അകത്ത്, അതായത് ഈ റീലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബെയറിങ്ങിനൊന്നും ഒരിക്കലും ഡാമേജ് വരുന്നില്ല. അതായത് റസ്റ്റ് പിടിക്കാത്ത ഒരു ടൈപ്പ് ബെയറിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ പിനിയനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പിനിയൻ ബ്രാസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഗിയർ സിസ്റ്റം വരുന്നത് DG ഗിയർ സിസ്റ്റമാണ്. അപ്പോൾ ഈ DG ഗിയർ സിസ്റ്റത്തിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അടുത്ത ഇതിനെപ്പറ്റി ഒരു ഫീച്ചർ ഇപ്പോൾ എല്ലാ റീലിലും ഉള്ള പോലെ തന്നെ ആൻറ്റി റിവേഴ്സ് ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ഷെയ്ഡാണ്, ഒരു ബ്ലൂ കളർ, പിന്നെ ഒരു സിൽവർ, പിന്നെ ബ്ലാക്ക്. ഈ ഒരു കോമ്പിനേഷനാണ്. ഒന്ന് ഉപയോഗിച്ച് നോക്കുക, കാരണം നല്ല സ്മൂത്ത്നെസ് ആയിട്ടുള്ള ഒരു റീലാട്ടോ. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒട്ടുമിക്ക സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റീലാണ്, നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്ര വലിയ ഒരു റൈറ്റൊന്നും മാർക്കറ്റിൽ ഈ ഒരു റീലിന് വില വരുന്നില്ല. പിന്നെ ഏത് റീല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഡാമേജ് ആകാതെ, അറ്റ്ലീസ്റ്റ് നമ്മളെ ഈ സ്പൂളിൻ്റെ ഈ ഒരു ഏരിയ ഡാമേജ് ആകാതെ നമ്മൾ എപ്പോഴും കെയർ ചെയ്ത് യൂസ് ചെയ്യുക. ഈ ഒരു റീല് ഇപ്പം നമ്മുടെ ഒട്ടുമിക്ക സിറ്റുവേഷൻസൊക്കെ, അതായത് ജൂനിയേഴ്സ് മുതലേക്ക് സീനിയേഴ്സ് വരെയുള്ള ഒട്ടുമിക്ക ആംഗേഴ്സിനൊക്കെ എൻജോയ് ചെയ്ത് മീൻ പിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റീലാണ്. അത്യാവശ്യം നമുക്ക് ലോങ് കാസ്റ്റിങ്ങും ലൂറും ജിഗും പോപ്പറും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റീലാണ്. അപ്പം നിങ്ങളെല്ലാവരും വെച്ച് ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഇത് മസ്റ്റായിട്ട് നമ്മുടെ രാജുഭായിയുടെ കയ്യിലാണ് ഇപ്പം ഈ റീല് ഉള്ളത്. അപ്പം അടുത്തൊരു എപ്പിസോഡുമായി അതിവേഗം നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.